മീനുട്ടി സ്റ്റോറീസിന്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എനിക്കൊരു ലൈക്കും തരണം. അപ്പോ ഒരു അമ്മയുടെയും മോന്റെയും കഥ കേട്ടാലോ ഇന്ന്? ഉഷാറല്ലേ എല്ലാരും? പക്ഷെ ഇത് സ്വന്തം അമ്മയല്ല കേട്ടോ, അവന്റെ രണ്ടാം അമ്മയാണ്. രണ്ടാനമ്മയും ആ മോനും കൂടെ എന്തൊക്കെ കുസൃതികൾ ഒപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഒന്ന് കേട്ടുനോക്കാം. രാവിലെ ലേറ്റായിട്ട് മുഴങ്ങി എന്റെ ഫോണിൽ അലാറം കേട്ടാണ് ഞാനും അമ്മയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. പെട്ടെന്ന് തന്നെ അമ്മ ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെഡിയായി. ഞാനും പുതപ്പൊക്കെ മൂടി അങ്ങ് കിടന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആദ്യ ഭാഗം കേൾക്കണ്ടേ നിങ്ങൾക്ക്? എന്റെ പേര് റോഷൻ, വീട്ടിൽ ചന്തു എന്ന് വിളിക്കും. പഠിത്തം കഴിഞ്ഞാൽ ഞാനെപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ ക്രിക്കറ്റ് കളിയാണ്. നന്നായി ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് കുറച്ച് കുസൃതികളൊക്കെയുണ്ട്. പുസ്തകം വായിക്കലും വീഡിയോ കാണലുമൊക്കെയായി എനിക്കിപ്പോൾ ഏതാണ്ടൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ധാരണയൊക്കെ കിട്ടി. ഇനി എല്ലാവരെയും പോലെ എങ്ങനെയെങ്കിലും ആ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കാനുള്ള ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ചാ ജീവിക്കുന്നത്. പിന്നെ ഞാൻ നല്ല സുന്ദരനാട്ടോ. അച്ഛന്റെ പേര് മനോജ്. ചെറിയ ഡ്രസ് ഹോൾസെയിൽ ബിസിനസ്സൊക്കെയായിരുന്നു അച്ഛന്. അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയതാ. അമ്മയെ എനിക്ക് ഓർമ്മ പോലുമില്ല. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് അച്ഛൻ എന്റെ രണ്ടാനമ്മയെ, അതായത് രേഖ എന്നാണ് അമ്മയുടെ പേര്, വിവാഹം കഴിക്കുന്നത്. എനിക്ക് സ്വന്തം പോലെയായിരുന്നു രേഖയമ്മ. അച്ഛന് 56 വയസ്സും രണ്ടാനമ്മയ്ക്കിപ്പോൾ 51 വയസ്സുമുണ്ട്. രേഖമ്മയുടെ ശരീരം ഞാൻ എപ്പോഴും വർണ്ണിക്കാം നിങ്ങൾക്ക്. പിന്നീട് കേട്ടോ കാര്യമായിട്ടതൊക്കെ. നിങ്ങൾ കേട്ടുകഴിയുമ്പോൾ മത്തടിച്ചിരുന്നു പോകും. അങ്ങനത്തെ ഫിഗറാണ് പുള്ളിക്കാരിക്ക്. അച്ഛന്റെ ഈ വിവാഹം കഴിയുമ്പോൾ എനിക്ക് 18 വയസ്സായിരുന്നു. അമ്മയെ പേരുകൂട്ടി രേഖ എന്ന് അങ്ങനെ ഞാൻ വിളിച്ചുപോന്നു. അമ്മയ്ക്കും ഞാൻ അങ്ങനെ വിളിക്കുന്ന തന്നെയായിരുന്നു ഇഷ്ടം. അച്ഛനും അമ്മയും എന്നോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളവരായിരുന്നു. അതുമാത്രമല്ല, ആ പ്രായത്തിലും അവർക്കെന്താ റൊമാൻസ് എന്നറിയോ? അവരിൽ നല്ല ലൈഫായതുകൊണ്ട് ഞാനും ഹാപ്പിയായിരുന്നു. രേഖയമ്മയ്ക്ക് എന്നോട് എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. സ്വന്തം മോനെപ്പോലെ തന്നെ. എനിക്കും അമ്മയോട് അങ്ങനെ തന്നെ. ഞങ്ങൾ നല്ല ഓപ്പണായി എല്ലാം സംസാരിക്കും. അമ്മയില്ലാത്ത കുറവൊന്നും രേഖ എന്നെ അറിയിക്കാൻ നോക്കിയിട്ടില്ല. രണ്ടുപേരും ചെറിയ കുട്ടിയെപ്പോലെ എന്നെ നോക്കും. അവരുടെ കൂടെ കിടന്നുറങ്ങാറുണ്ട് ഞാൻ രാത്രി. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്നിനും ഒരു കുറവുമില്ലാത്ത സമയം. അച്ഛന്റെ ബിസിനസ് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് അമ്മയെ ഹെൽപ്പ് ചെയ്തൊക്കെ പോകുന്നു. ഒരു ഭംഗിയുമില്ലാതെ ലാവിഷായി തന്നെ ജീവിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് ബീച്ചിലേക്ക് കറങ്ങാനോ സിനിമയ്ക്കൊക്കെ പോയി അങ്ങനെ ആസ്വദിച്ചു തന്നെയാണ് ആ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ഒരു ഞായറാഴ്ച ഒരു കല്യാണ ഫംഗ്ഷൻ കഴിഞ്ഞ് പുറത്തൊക്കെ പോയി ഞങ്ങൾ തിരിച്ചെത്തി. അച്ഛൻ ആ കല്യാണ വീട്ടിൽ നിന്ന് അത്യാവശ്യം മദ്യപിച്ചിരുന്നു. ആൾക്ക് കുറച്ചൊക്കെ ഈ ഒക്കേഷണലി മദ്യപിക്കുന്നത് ഇഷ്ടമാണ്. അമ്മയ്ക്കും അതിന് എതിർപ്പൊന്നുമില്ല. അമ്മയും അത്യാവശ്യം ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് അച്ഛന്റെ ആ ഇഷ്ടങ്ങളൊക്കെ കണ്ടറിഞ്ഞു പോന്നു. കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. ഫ്രഷായി കിടക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയച്ഛൻ. ഇത്തിരി മദ്യപിച്ചു കഴിഞ്ഞാൽ എന്നെയും രേഖയെയും ഇരട്ടിയായി സ്നേഹിക്കും. നിങ്ങൾക്കിപ്പോൾ ചിലരെയൊക്കെ ഓർമ്മ വന്നില്ലേ? മദ്യപിച്ചാൽ ചിലർ അങ്ങനെയാണല്ലേ? ഇവിടെയും ഈ മനോജച്ചൻ അങ്ങനെ തന്നെ. ഞാൻ കുളിച്ചു വന്നതും അച്ഛൻ എന്നെയും അവരുടെ റൂമിലേക്ക് വിളിച്ചു. അവരുടെ കൂടെ കിടക്കാനായി പറയുകയാണ്. അമ്മയും പറഞ്ഞു, നീ വാ, നമുക്ക് ഒന്നിച്ചുറങ്ങാം. എനിക്ക് അവരുടെ അടുത്ത് കിടക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. എന്റെ പ്രായത്തിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അവർക്കില്ലെങ്കിൽ പിന്നെ എനിക്കെന്താണ്? ഞാനങ്ങനെ ബെഡിന്റെ ഒരു സൈഡിൽ കിടന്നു. അച്ഛൻ മറ്റേ സൈഡിലും നടുക്ക് രേഖയമ്മയും കിടന്നു. ലൈറ്റൊക്കെ ഓഫാക്കി. ഏതാണ്ട് ചെറിയ രീതിയിൽ ഉറക്കം പിടിച്ചു തുടങ്ങി. മദ്യത്തിന്റെ ലഹരിയിലായതുകൊണ്ട് അച്ഛൻ നല്ല ഉഷാറായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെയും ഇവിടെയുമൊക്കെയായി അമ്മയെ നന്നായി നുള്ളുന്നു പിച്ചുന്നു ഒക്കെയുണ്ട്. അമ്മയിടയ്ക്ക് വാണിംഗ് കൊടുക്കും, മര്യാദയ്ക്ക് കിടക്ക് നിങ്ങൾ, മോനടുത്തുള്ളതാ എന്നൊക്കെ. അമ്മ എന്നെ ഒരു ചെറിയ കുട്ടിയെപ്പോലെ ഇടയ്ക്ക് കെട്ടിപ്പിടിച്ചു മുടിയിലൊക്കെ തലോടി. ആ സമയം ഒന്നും എനിക്ക് രേഖയമ്മയോട് ഒരു തരത്തിലുള്ള വികാരങ്ങളും തോന്നിയിരുന്നില്ല. അതിനിടയിൽ കുറേ സമയം കഴിഞ്ഞു. ഞാൻ ഏതാണ്ട് ഉറക്കത്തിലായിരിക്കുന്ന സമയം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. രേഖയമ്മയുടെ ഒരു മൂളൽ കേട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത്.
പുതപ്പിനുള്ളിലായതുകൊണ്ട് ഞാൻ കണ്ണു തുറന്നതൊന്നും ആരും അറിയുന്നില്ല. നല്ല ഉറക്കം പോലെ അനങ്ങാതെ അങ്ങനെ കിടന്നു ഞാൻ. ഇടയ്ക്ക് രേഖയമ്മ പറയുന്നുണ്ട്, പയ്യൻ അടുത്തുണ്ടേട്ടാ, അവൻ എഴുന്നേൽക്കും. അതൊന്നും അച്ഛൻ കാര്യമാക്കുന്നതേയില്ല. എടി, ഇന്നു നിന്നെ ഞാൻ നന്നായിട്ടൊന്ന് മേയുന്നുണ്ട്. ആ നൈറ്റിയൊക്കെ അങ്ങോട്ട് കളഞ്ഞേ. ആ സമയം ഞാൻ പതിയെ പുതപ്പൊന്ന് കണ്ണിന്റെ ഭാഗത്തേക്ക് താഴ്ത്തി. ഒരു 0 വോൾട്ട് ലൈറ്റുണ്ട്, മഞ്ഞ വെളിച്ചം. അതുകൊണ്ട് നന്നായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എങ്കിലും അവർ ചെയ്യുന്നത് വ്യക്തമാകുന്നുണ്ടായിരുന്നു. പുതപ്പ് താഴ്ത്തിയതൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ കുറച്ച് താഴെയായി അമ്മ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. അത് അമ്മ അച്ഛനെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായി. അച്ഛൻ വെറുതെയല്ല ഇങ്ങനെ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു തരിപ്പ് തുടങ്ങി. ശരീരം മുഴുവൻ രോമാഞ്ചം, രക്തയോട്ടം ചൂടുപിടിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ അവരെ അറിയാതെ കുറേ നേരം ശ്രദ്ധിച്ചു. അതിനിടയിൽ അച്ഛന്റെയും അമ്മയുടെയും ഓരോ സിൽക്കാര ശബ്ദമൊക്കെ എനിക്ക് നല്ല ഉഷാറായിരുന്നു തന്നുകൊണ്ടിരുന്നത്. പിന്നെ അമ്മ ഇടയ്ക്ക് എന്റെ സൈഡിലേക്ക് നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ സമയം ഞാൻ കണ്ണടച്ചു കിടക്കും. ഒരു കണക്കിന് ലൈറ്റില്ലാത്തത് നന്നായി. അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ നോക്കാൻ പറ്റുന്നത്. കുറച്ചധികം നേരം രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. പരസ്പരം ആ ചുണ്ടുകളൊക്കെ വലിച്ചും കെട്ടിമറിഞ്ഞുമൊക്കെ. എനിക്ക് നാണം വന്നുപോയി. ഈ പ്രായത്തിലും അച്ഛനും അമ്മയും എന്തൊരിതാണ്. കാണാൻ കിട്ടിയതിന്റെ ഭാഗ്യം. ശരിക്കും പറഞ്ഞാൽ എന്റെ പൗരുഷത്തിന് എത്ര ഇരട്ടി വലിപ്പം വെച്ചെന്നോ. ഞാൻ ഒരനക്കവുമില്ലാതെ തന്നെ കൈയിലുടുത്ത് ചുരുട്ടിക്കിടന്നു. താഴെ ശരിക്കും ഒന്നുമില്ല. വീട്ടിലങ്ങനെയാ, പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുമ്പോൾ. ഇപ്പോൾ തന്നെ അതൊക്കെ ചാടി പുറത്തു വരുമോ എന്ന് പേടിച്ചു ഞാൻ. അതുകൊണ്ട് ഒന്നുകൂടെ നന്നായി പുതച്ചു കിടന്നു. കുറേ നേരം കഴിയുമ്പോഴേക്കും രേഖയമ്മ വല്ലാത്ത ഭ്രാന്തിയെപ്പോലെയാണ് ഇപ്പോൾ അച്ഛന്റെ അടുത്ത് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൺട്രോൾ പോകുന്ന അവസ്ഥയായി എനിക്ക്. കുറേ കഴിയുമ്പോഴേക്കും അച്ഛന്റെ കയ്യിൽ അതാ കാറ്റിൽ പറക്കുന്നു. പിന്നീട് ഞാനതെങ്ങനെയുണ്ടെന്ന് നോക്കി. കുറച്ച് എന്നേക്കാളും കുറച്ചു കുറവായിരിക്കും അച്ഛന്. അപ്പോൾ അമ്മയെ നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിക്കുന്നുണ്ട്. പയ്യനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമ്മ ചെയ്യാതിരിക്കുന്നത് ട്ടോ. അല്ലാതെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അവനിനി രാവിലെ എണീക്കൂ. നീ ഇങ്ങോട്ട് വന്നേ മോളെ. അച്ഛനും അമ്മയും മോളേന്നൊക്കെ വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അല്ലെങ്കിലും ചില ആണുങ്ങൾ ഇങ്ങനെയല്ലേ. ഈ ചോരയ്ക്ക് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് വേറൊരു ലോകത്തായിരിക്കും. വല്ലാത്ത സ്നേഹപ്രകടനം. ഏതാണ്ട് ആ അവസ്ഥയായിരുന്നു എന്റെ അച്ഛന്. അച്ഛനിപ്പോൾ അമ്മയെക്കൊണ്ട് ഓരോന്ന് ആസ്വദിപ്പിച്ച് ചെയ്യിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ പരമാവധി വിഴുങ്ങിത്തന്നെ ചെയ്യുന്നുമുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. രണ്ടാളും കൂടി കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ ഞാൻ. അതിനിടയിൽ അച്ഛൻ ഇപ്പോൾ തന്നെ രേഖയമ്മയെ വെച്ച് പണിയുമെന്ന് ഞാൻ ഓർത്തു. പക്ഷേ അല്ലാട്ടോ, അച്ഛൻ നല്ല എക്സ്ട്രാ പവറിലാണ്. എന്താണ്? ഉള്ളിലെ മദ്യം തന്നെ കാരണം. കുറേ നേരം അച്ഛൻ ഓരോ ചിത്രങ്ങളൊക്കെ വരച്ചിങ്ങനെ കിടന്നു. അതുകഴിഞ്ഞ് അടുത്തതെന്താണെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ആ നൈറ്റിയൊക്കെ അങ്ങോട്ട് പോകുമെന്ന്. കാണേണ്ട കാഴ്ച എന്ത് രസം. കുറച്ചു കഴിയുമ്പോഴേക്കും ഞാൻ ആഗ്രഹിച്ച കാഴ്ച ദാ എന്റെ കൺമുന്നിൽ. നൂൽബന്ധമില്ലാതെയാണ് എന്റെ രേഖയമ്മ ഇപ്പോൾ. അച്ഛന്റെ പുറത്ത്. അതാണെങ്കിലോ ദാ ഉള്ളിലും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ആ കവിച്ച ഒന്ന് കാണണം എന്റെ മക്കളെ. ശരിക്കും പറഞ്ഞാൽ രേഖയ്ക്കിത്ര സൗന്ദര്യമുണ്ടെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അച്ഛനാണെങ്കിൽ എനിക്കിപ്പോൾ തന്നെ വേണം നിന്നെ മുഴുവനായിട്ട്, കൊതിച്ചു നിൽക്കുവാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ചെക്കൻ ഇപ്പോൾ ബോംബ് പൊട്ടിയാലും എണീക്കില്ല. അവന്റെ ഉറക്കം കണ്ടില്ലേ എന്ന് അച്ഛൻ പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി നന്നായി കണ്ണടച്ച് അങ്ങ് അഭിനയിച്ചു കൊടുത്തു. കുറേ നേരം രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും ഓരോന്ന് ചെയ്ത് സുഖിക്കുന്നു, സുഖിപ്പിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഇടവിടാതെ നിലവിളി ശബ്ദങ്ങളും. അതും കൂടെ ആയപ്പോൾ എന്റെ ചെക്കൻ അങ്ങൊലിപ്പിച്ചു. എനിക്ക് കുറേ നേരം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനുള്ള സ്റ്റാമിന എവിടെ നിന്ന് കിട്ടിയെന്നാവും. ആ രേഖയമ്മയുടെ 42 സൈസുണ്ട് കേട്ടോ, വലിയ മത്തങ്ങ. ആ തുള്ളിക്കളിക്കുന്ന ചന്തമൊന്ന് കാണണം. സ്വർഗക്കാഴ്ച തന്നെയായിരുന്നു. 100 സൈസ് തന്നെയുണ്ട് താഴെയും. എനിക്കത് കണ്ട് ബോധം പോയില്ലെന്നേയുള്ളൂ. അങ്ങോട്ടുമിങ്ങോട്ടും രണ്ടുപേരും കാട്ടിക്കൂട്ടുന്നതൊക്കെ ഒരു പെൻഡുലം കണക്കാണ്. രേഖയമ്മയുടെ ആ പിന്നാമ്പുറം ആടിയുലയുന്നത് ബുർജ് ഖലീഫ പോലെയായി. എന്റെ പൗരുഷം ഇപ്പോൾ തൊട്ടാൽ പൊട്ടുമെന്ന മട്ടിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും അച്ഛൻ ഇനിയൊന്ന് രുചിക്കണമത്രേ. അതു പറയുമ്പോൾ അമ്മയുടെ മുഖത്തുള്ള സന്തോഷം കാണണം. കള്ളി സുഖിക്കാൻ പോകുന്നതിന്റെ സന്തോഷം. അച്ഛൻ ആർത്തിയോടെ തന്നെ അങ്ങോട്ട് തിന്നു തുടങ്ങി.
രേഖ വല്ലാതെ നിലവിളിക്കുന്നുണ്ട്. ഇത്രയും നേരമുണ്ടായ ആ നിലവിളിയുടെ ട്യൂണയല്ല ഇപ്പോൾ. കുറച്ചും കൂടി അങ്ങോട്ട് ആകെപ്പാടെ കുഴഞ്ഞുമറിഞ്ഞ നിലവിളി. കുറെ കഴിയുമ്പോഴേക്കും രണ്ടുപേരും കൂടെ പരിപാടി തുടങ്ങി. അവരുടെ ആ താളം ഞാൻ ആസ്വദിച്ചു കണ്ടുകൊണ്ടിരുന്നു. രേഖയമ്മയ്ക്ക് ഏതായാലും ഇതിലൊക്കെ നല്ല ആഗ്രഹവും കൊതിയുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ പിന്നെ ഈ പാതിരാത്രിയും ഉറക്കമിളച്ച് ഇങ്ങനെയൊക്കെ നിൽക്കില്ലല്ലോ ഒരിക്കലും. രണ്ടുപേരും അച്ഛന്റെ എല്ലാ വെണ്ടരുദാനത്തിനും രേഖ സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. കഴിയുമ്പോഴേക്കും അവസാനം ലാപ്ടോപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനിൽ നിന്നും രേഖയമ്മയിൽ നിന്നും ശബ്ദം ഉയരുന്നുണ്ട്. ഞാൻ ശ്രദ്ധയോടെ നോക്കി. അതാ എനിക്ക് മനസ്സിലായി, ആ ഡാം പൊട്ടി. അങ്ങനെ തന്നെ. സന്തോഷം കൊണ്ട് രണ്ടുപേരും മലർന്നുകിടന്നു. വല്ലാത്ത കിതപ്പോടെ ശ്വാസമെടുക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോഴേക്കും അച്ഛൻ കൈയിലെടുത്ത് മുറുക്കിക്കൊടുത്തു. അമ്മ എന്റെ അടുത്തേക്ക് വന്ന് എന്റെ ദേഹത്തേക്ക് ചാഞ്ഞുകിടക്കുകയാണ്. ഈ സമയത്തിൽ ഉറക്കത്തിലെന്ന പോലെ ഞാനൊന്ന് കിളിർന്നു കിടന്നു. അപ്പോഴേക്കും രേഖ ഞാൻ ഉണർന്നാലോ എന്ന് വിചാരിച്ചാവും ചാടി എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ നേരെയാക്കി കിടന്നു. പിറ്റേന്ന് രേഖ അടുക്കളയിൽ ഓരോ പണിയിലാണ്. എനിക്ക് നല്ല സന്തോഷമായി. ആ നിപ്പ് കാണുമ്പോൾ ഇന്നലത്തെ രാത്രിയാണ് ഓർമ്മ വരുന്നത്. ഞാൻ ഓടിച്ചെന്ന് പിന്നിൽ നിന്ന് ചേർന്നു നിന്നു. ഒരുപാട് നാൾ അങ്ങനെ കടന്നുപോയി. രേഖയമ്മയുടെ ആ സൗന്ദര്യം ഞാൻ അന്ന് കണ്ടതുപോലെ പിന്നീട് ഒരിക്കലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ലാട്ടോ. അച്ഛനും അമ്മയും പിന്നീടിതൊക്കെ ചെയ്യുന്നതൊക്കെ ഒളിഞ്ഞു നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. പിന്നെ അന്ന് സാഹചര്യവശാൽ കണ്ടുപോയെന്നല്ലാതെ എപ്പോഴും ഒളിഞ്ഞു നോക്കാനോ ഇതൊക്കെ കാണാനോ ഒന്നും എനിക്ക് വലിയ ആഗ്രഹമില്ലായിരുന്നു. അതിനിടയിൽ ഈ ജോലിയുടെ ആവശ്യത്തിനായി അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂരിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ആ സമയം ഞാനും രേഖയും മാത്രമാണ് വീട്ടിലുണ്ടാവുക. രേഖയെപ്പറ്റി ഇപ്പോൾ പറയാനാണെങ്കിൽ ഞാൻ ഡെയിലി ഒന്ന് പൊട്ടിക്കാറുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്റെ ദേവതയായി മാറിയിട്ടുണ്ട് അന്നത്തെ കാഴ്ചയോടെ. പാവം ഇതൊന്നും അറിയാതെ മോനെപ്പോലെ തന്നെ എന്നെ പരിചരിച്ചു വരികയാണ് ഇപ്പോൾ. കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് അച്ഛനിപ്പോൾ ആളെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ അമ്മയെ തന്നെ ഫീൽഡിലിറക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. ഈ സുന്ദരിയായ രേഖയെയും കൊണ്ട് പോകുമ്പോൾ പല മാർവാടികളും ഞങ്ങൾക്ക് ബിസിനസ് തരുന്നുണ്ട്. അതുമാത്രമല്ല, ഒന്ന് ചിരിച്ചാൽ തന്നെ പ്രോഫിറ്റ് പല മടങ്ങാണ്. ഇതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാവും അച്ഛനൊടുവിൽ അമ്മയെ തന്നെ രംഗപ്രവേശനം ചെയ്തത്. ഒരു പരിധിക്കപ്പുറം രേഖ അവരുമായൊന്നും ബന്ധം വെക്കാറില്ല. എന്നാൽ കച്ചവടത്തിന് ആവശ്യമുള്ളതൊക്കെ കയ്യിൽ നിന്നിട്ടെല്ലാം ചെയ്ത് സെറ്റാക്കുകയും ചെയ്യും പുള്ളിക്കാരി. എല്ലാ രീതിയിലും ഒരു മിടുക്കി തന്നെയാണെന്ന് മനസ്സിലായില്ലേ? വീട്ടിലെ നൈറ്റിയാട്ടോ ആളുടെ വേഷം. ഞാൻ ഉള്ളപ്പോൾ മാത്രം ഉള്ളിലെ ഓരോ പ്രത്യേക വസ്ത്രങ്ങളും എടുത്തിടും. പ്രായമെത്തിയാൽ ഒരു ചെക്കനല്ലേ ഞാൻ, അതുകൊണ്ടാകും. എങ്കിലും ചില സമയങ്ങളിൽ ആ അടുക്കളപ്പണിക്കിടെ ആടിക്കളിക്കുന്ന രേഖയുടെ ആ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് ഉള്ളിലുള്ളതുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ എനിക്കിപ്പോൾ പറ്റും. അതുപോലെയാണല്ലോ ആ കാഴ്ച കാണുന്നത്. ഞാനിപ്പോൾ രേഖയുടെ അടുത്ത് ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. ഒന്നിച്ച് വർത്തമാനം പറയുമ്പോഴും അക്കൂട്ടത്തിൽ കെട്ടിപ്പിടിക്കുമ്പോഴുമൊക്കെ ഞാൻ സന്തോഷം കണ്ടെത്തും. അതിനിടയിൽ ഞങ്ങൾക്കൊരിക്കൽ കോയമ്പത്തൂർ അച്ഛന്റെ അടുത്തുനിന്ന് മാറി ഒഴിവുകിട്ടാൻ വേണ്ടി ബാംഗ്ലൂർ വരെ പോകേണ്ടി വന്നു. അവിടെയാണെങ്കിൽ രേഖ ഒറ്റയ്ക്ക് പോകാറില്ല. അച്ഛനാണെങ്കിൽ എന്റെ കൂടെയാണ് പോകാൻ പറയുന്നത്. ഒരു റൂമൊക്കെ എടുത്ത് 2-3 ദിവസം സ്റ്റേ ചെയ്യേണ്ടിവരും. എന്റെ നെഞ്ചു പടപടാന്നിടിച്ചു. ഞാൻ ആഗ്രഹിച്ചും കാത്തിരുന്ന നിമിഷം ഇനി ഈ സാഹചര്യത്തിലാണോ വരാൻ പോകുന്നത്? എന്റെ മനസ്സിൽ എനിക്കെന്തൊക്കെയോ വിലപ്പെട്ടത് ഈ യാത്രയിൽ കിട്ടുമെന്ന് പറയുന്നൊരു തോന്നൽ. സാരമില്ല, ഇനിയിപ്പോൾ ഒന്നും നടന്നില്ലെങ്കിലും വേണ്ടില്ല, അമ്മയെ കുറച്ചു ദിവസം അടുത്തു തന്നെ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ആ ത്രില്ലിലായിരുന്നു ഞാൻ. ട്രെയിനൊക്കെ ബുക്ക് ചെയ്തു. ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. നല്ല മോഡേൺ ചുരിദാറായിരുന്നു രേഖയമ്മയുടെ വേഷം. ഒരു ഷോർട്ട്സും ടീഷർട്ടുമായിരുന്നു എന്റെ വേഷം. ആ ട്രെയിൻ യാത്രയിൽ രേഖയമ്മയെ ഞാൻ നന്നായി ശ്രദ്ധിച്ചു. കാരണം ആ ചെറിയ യാത്രയിലാണെങ്കിൽ പോലും അവിടെയുള്ള ഓരോ ആൾക്കാരൊക്കെ കാണുമ്പോ അമ്മയെ നോക്കി വെള്ളമിറക്കുന്ന കാഴ്ചയൊന്നും കാണേണ്ടതാ. എനിക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒന്നും കൂടി ഉഷാറാവും. രേഖയമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു കൂസലുമില്ലാട്ടോ. അങ്ങനെ ബുധനാഴ്ച രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തി. ട്രെയിൻ ഇറങ്ങി ഫ്രഷാവാൻ ഒരു ഹോട്ടലെടുത്തു. കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ അടുത്തുള്ള മാർക്കറ്റിൽ പോയി. വിലപേശലൊക്കെ അതിന്റെ മുറയ്ക്ക് നടന്നു. വലിയൊരു സ്റ്റോക്ക് തന്നെ ഒപ്പിച്ചു. അവർ തന്നെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി.
തിരിച്ചുപോകാൻ ഒരു ദിവസം കൂടി ഇവിടെ നിന്ന് കറങ്ങിയിട്ടൊക്കെ മതിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ രേഖ ഓക്കെയും പറഞ്ഞു. അന്ന് രാത്രി തങ്ങാനുള്ള ഹോട്ടൽ നോട്ടമായിരുന്നു പിന്നീട്. സാധനത്തിന്റെ പേയ്മെന്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഒപ്പിച്ചുകൊടുത്തതുകൊണ്ട് കയ്യിൽ അത്യാവശ്യം പൈസ കമ്മിയായിരുന്നു. ഒരുപാട് സംഭവമുള്ള റൂമൊന്നും വേണ്ടടാ, ചെറുതു മതി, നമുക്ക് രണ്ടാൾക്കും ഉറങ്ങാനല്ലേ എന്നു പറഞ്ഞപ്പോഴേക്ക് ഞാൻ ചോദിച്ചു, നല്ല ചൂടാമ്മേ, ഈ ചൂടത്ത് AC റൂമില്ലാണ്ട് പറ്റില്ല, നീ നോക്ക് ചെറിയ പൈസക്ക് കിട്ടുമോ എന്നൊക്കെ. അങ്ങനെ ഞാൻ ഒരു റൂം എടുത്തു. AC റൂമാണ്, പക്ഷെ ഭയങ്കര ചെറുതാ. ഒരു സിംഗിൾ കുഞ്ഞു റൂമില് ഒരു ചെറിയ ബെഡ് മാത്രം. വേറെ റൂം നോക്കണം അമ്മേ. അത് കണ്ടപ്പോഴേക്കും ഞാൻ ചോദിച്ചു, വേണ്ട മോനെ, കുഴപ്പമൊന്നുമില്ല, ഇത് മതി. നാളെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നല്ലത് നോക്കാം. ശരി, ചൂടാണിട്ട അമ്മ, മുകളിൽ കിടന്നോളൂ, ഞാൻ താഴെ കിടക്കാം. കേരളത്തിന്റെ അത്രയും ചൂടില്ലായിരുന്നെങ്കിലും അവിടെ എന്തോ എനിക്ക് ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ടാണോ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. നന്നായി കുളിച്ചു വാങ്ങി, അപ്പോൾ അതൊക്കെ മാറും എന്ന് പറഞ്ഞു. പണ്ട് ഗൾഫിലായിരുന്നപ്പോൾ അച്ഛൻ കൊണ്ടുവന്നു കൊടുത്തിരുന്ന നല്ല സൂപ്പർ നൈറ്റികളുണ്ട്, നൈറ്റ് ഡ്രസ്. അതിലൊന്ന് അമ്മ ഇത്രയും കാലമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നു. എനിക്കത് കണ്ടപ്പോൾ തന്നെ എന്റെ സകല കൺട്രോളും പോയി. ഞാനാണെങ്കിൽ കുളി കഴിഞ്ഞ് ഷോർട്സ് മാത്രം ഇട്ടു, പ്രത്യേകിച്ച് ഉള്ളിലൊന്നും വേണ്ട, അമ്മ കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ചു കഴിയുമ്പോഴേക്കും ആ കുളിയും കഴിഞ്ഞ് അവനിങ്ങനെ മലർന്നു കിടന്നു. എന്റെ ആ കിടത്തം കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, ഒന്ന് ചരിഞ്ഞു കിടക്കട്ടോ, ഞാൻ ഈ സൈഡിൽ കിടക്കാം. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്റെ സൈഡിൽ അമ്മ ഇങ്ങനെ ചരിഞ്ഞു കിടന്നു. ചരിഞ്ഞുകിടക്കുമ്പോൾ ആ പിന്നാമ്പുറത്തിന്റെ ഉയരമൊന്ന് കാണണം നിങ്ങൾ എത്രമാത്രമാണെന്നോ. ഒതുങ്ങിയ അരക്കെട്ടുകൂടെ ആയതുകൊണ്ട് അതിന്റെ വലിപ്പം കുറച്ചധികം കൂടി തോന്നിപ്പിക്കും. പിന്നെ ആ നൈറ്റ് ഡ്രസ് കുറച്ച് ഓപ്പണായതുകൊണ്ട് നല്ല ആഴത്തിൽ തന്നെ നിഴലൊക്കെ കാണാം. ഞാനത് കണ്ട് ആസ്വദിച്ചു. അത്യാവശ്യം ഉയർന്നുവരുന്ന എന്റെ ആ കൊടിമരം ഞാൻ താഴ്ത്തിവെക്കാൻ ശ്രമിച്ചു. പിന്നീട് ഓർത്തു, സാരമില്ല, അമ്മ കാണുന്നത് കണ്ടോട്ടെ എന്ന്. എന്നെ ഇതൊക്കെ കാണിക്കുന്നതിന് പ്രതികാരം ഞാനും ചെയ്യണ്ടേ? ഇങ്ങനെ വിചാരിച്ചാണ് ഞാൻ കിടന്നത്. അതിനിടയിൽ എപ്പോഴോ നന്നായി ഒന്ന് ഉറങ്ങിപ്പോയി. ആ ഉറക്കക്ഷീണം അന്ന് മുഴുവൻ അലച്ചിലായതുകൊണ്ട് വന്നതാണ്. കുറെ കഴിയുമ്പോഴേക്കും ഞാൻ ഉറക്കമൊന്ന് ഞെട്ടി. ഞെട്ടുമ്പോൾ ഉള്ള കാഴ്ച ബെഡിൽ ആരോ ഇരിക്കുന്നതുപോലെ. അതെ, രേഖ അതാ എണീറ്റിരിക്കുന്നു. അമ്മ എന്താ നോക്കുന്നത്? നോട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചരിഞ്ഞുകിടക്കുമ്പോൾ ഒട്ടും താഴാത്ത എന്റെ ആ പൗരുഷം, അതിലേക്കാണ് അമ്മയുടെ നോട്ടം. ആളത് നോക്കി വല്ലാതെ കൊതിയിറക്കുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ചിരിവന്നു. ഒടുവിൽ ഞാൻ ആഗ്രഹിച്ച നിമിഷം ഇങ്ങോട്ടെത്താൻ പോവുകയാണോ? നെഞ്ച് പടപടാന്ന് മിടിച്ചു തുടങ്ങി. അടുത്ത നിമിഷം ഒരൊറ്റ പിടുത്തമായിരുന്നു. രേഖയമ്മേ അതാ എനിക്ക് പതിയെ മേലേക്കും താഴേക്കുമായി ആട്ടിത്തരുന്നു. എനിക്ക് നടക്കുന്നത് റിയാലിറ്റി തന്നെയാണോ അതോ സ്വപ്നമാണോ എന്ന് മനസ്സിലാക്കാൻ കുറച്ചു സമയം എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതാ ഞാൻ കൊതിച്ചിരുന്ന നിമിഷം തന്നെ. അടുത്ത നിമിഷം ഒരു കുഞ്ഞിനെപ്പോലെ ഞാൻ രേഖയമ്മയുടെ ദേഹത്തേക്ക് പറ്റിച്ചേർന്നു. ഓരോ ഭാഗമായി മെല്ലെ നുണഞ്ഞു തുടങ്ങി. ആഗ്രഹിച്ചിരുന്നതുപോലെ തന്നെ ഒരു മടിയുമില്ലാതെ അമ്മ എന്റെ മുന്നിൽ എല്ലാം തുറന്നു തന്നു. ഞാൻ പിന്നെ കാത്തിരുന്ന നിമിഷമല്ലേ? പറയാനുണ്ടോ? ഒരു കുറവുമില്ലാതെ അമ്മയെ നന്നായി സുഖിപ്പിച്ചു. ഒരുപാട് കാലമായി അച്ഛനിൽ നിന്നിപ്പോൾ മാറി നിൽക്കുന്നു. അമ്മയ്ക്ക് നന്നായി സുഖം കിട്ടാത്തതിന്റെ കുറവുണ്ടെന്ന് ആ താഴ്ഭാഗം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അവിടെ വല്ലാതെ അതാ ഒരു വലിയ ഗംഗാനദി തന്നെ ഒഴുകുന്നുണ്ട്. ഞാൻ അമ്മയെ ആർത്തിയോടെ കുടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം സുഖിപ്പിച്ചു. രേഖയമ്മയാവട്ടെ ഇരമ്പലും ശബ്ദവുമുണ്ടാക്കിയപ്പോൾ 10 മടങ്ങ് ഉഷാറായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഒച്ചയുണ്ടാക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലാട്ടോ, എന്താന്നോ, അമ്മയുടെ ആ നിലവിളി ശബ്ദമല്ലേ എനിക്ക് കുറേക്കൂടെ ഊർജം തരുന്നേ. അത് കേൾക്കാനല്ലേ നമ്മളൊക്കെ കഷ്ടപ്പെട്ടി പണിയെടുക്കുന്നത്. അവസാനം എന്റെ എല്ലാ ആരോഗ്യവും വെച്ച് ഞാനങ്ങോട്ട് നന്നായി പണി തന്നെ കൊടുത്തു. രേഖയിലേക്ക് ഓരോ തവണയും ആഴ്ന്നിറങ്ങുമ്പോൾ പരസ്പരം ഞങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും പുണർന്നുകൊണ്ടേയിരുന്നു. കുറേ സമയം കഴിയുമ്പോഴേക്കും അതാ എന്റെ ആ കരുത്തുറ്റ ശരീരത്തിന്റെ ആ പരിപാടി കൊണ്ട് അമ്മയിലേക്ക് അവസാനം ഞാൻ നിറയൊഴിച്ചു. ഉഗ്രസ്ഫോടനം നടന്നു. പുള്ളിക്കാരിക്കും എനിക്ക് തൊട്ടുമുന്നേ തന്നെ 1-2 വട്ടം ആ സ്ഫോടനം നടന്നതെന്ന് മനസ്സിലായി. അതുപോലെയാണ് വിറച്ചുതുള്ളി നിലവിളിച്ചുകൊണ്ടിരുന്നത്. കുറച്ചു കഴിയുമ്പോഴേക്കും വല്ലാതെ കിതച്ചുകൊണ്ട് ഞാൻ ബെഡിലേക്ക് മലർന്നു വീണു. രേഖയമ്മയും
കിതപ്പോടെ ഉയർന്നു താഴ്ന്ന ആ ഭംഗി നോക്കി ഞാൻ കിടന്നു. എന്താടാ, നിനക്ക് നോക്കി കൊതിച്ചിട്ട് മതിയാവുന്നില്ലേ ചന്തു? ഇല്ല, ഈ സൗന്ദര്യം കണ്ടാൽ എങ്ങനെ മതിയാവാനാ? എന്റെ ദേഹത്തേക്ക് അമ്മയൊന്ന് ചാഞ്ഞുകിടന്നു. അച്ഛനിതൊന്നും അറിയരുതട്ടോ. ഇല്ല എന്റെ പൊന്നു രേഖയമ്മേ, സത്യം. ഇതൊന്നും അറിയില്ല. രേഖയമ്മയുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്തു. അല്ലെങ്കിലും അമ്മയ്ക്ക് ഒരു കുറവും കൊടുക്കാത്ത അച്ഛൻ മോന്റെ ഒപ്പം, ശരിക്കും പറഞ്ഞാൽ ആഗ്രഹമടക്കാൻ പറ്റാതെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞാൽ പാവത്തിന്റെ ചങ്ക് തകർന്നുപോകും. എങ്കിലും എന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണല്ലോ രേഖ ഇതിനൊക്കെ മുതിർന്നത്. അത് കാത്തുസൂക്ഷിക്കാൻ അപ്പോൾ എന്റെ ഉത്തരവാദിത്വമാണ്. അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാട്ടോ. ഞാൻ പറഞ്ഞപ്പോഴേക്കും നാണം കൊണ്ട് രേഖയമ്മയുടെ മുഖം ഒന്നുകൂടി കുതിർന്നു. കെട്ടിപ്പിടിച്ച് അന്ന് ഞങ്ങൾ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെയായിരുന്നു പ്രശ്നം. എന്തൊരു ചമ്മലായിരുന്നെന്നോ അങ്ങോട്ടുമിങ്ങോട്ടും മുഖം നോക്കാൻ. പക്ഷെ അതൊരു തുടക്കമായിരുന്നു. ഞങ്ങളുടെ ചമ്മലില്ലാത്ത ദിവസങ്ങൾ പിന്നാലെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രേഖയമ്മയുടെയും ചന്തുവിന്റെയും കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. ഒരു കമന്റ് കൂടി ഇട്ടേക്കണം. അപ്പോൾ പിന്നെ അടുത്ത ദിവസം സൂപ്പർ കഥയുമായി ഞാൻ വീണ്ടും വരാമേ. ബൈ ബൈ ഡിയേഴ്സ്.